ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സെയ്ദലവി. ഞാനിവിടെ യൂണിറ്റി കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ചിട്ടുള്ള FYUGP പ്രോഗ്രാമിന്റെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത് An Introduction to Human Rights. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ അഥവാ ഹ്യൂമൻ റൈറ്റ്സിനുള്ള ഒരു ആമുഖമാണ്. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കും. അപ്പം ഈ കോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയാം. റൈറ്റ്സ് പ്രധാനമായിട്ടും പല റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ജോലി ചെയ്യാനുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. അതുപോലെ തന്നെ മതം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മറ്റൊരു അവകാശമാണ്. സംസാരിക്കുക എന്നുള്ളത് ഒരു അവകാശമാണ്. യാത്ര ചെയ്യുക എന്നുള്ള ഒരു അവകാശമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ അവകാശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും ലഭിച്ചിരിക്കണം. അത് മാത്രമല്ല ഗവൺമെന്റ് അതിനു വേണ്ടി ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അത് മാത്രമല്ല ആ വ്യക്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയരുത്. അപ്പോ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മോഡേൺ വേൾഡിന്റെ ഒരു ഫീച്ചറാണ്. നമുക്കറിയാം, നമുക്ക് ആൻഷ്യൻ പീരീഡ് ഉണ്ട്, മിഡീവൽ പീരീഡ് ഉണ്ട്. പണ്ട് കുറച്ചു കാലം മുമ്പ് വരെ മനുഷ്യന് വലിയ രീതിയിലുള്ള മാസ്സായിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു. ഒരു രാജ്യത്തെ രാജാവ് ആ രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് ഇപ്പൊ ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ്. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യർക്കാണ് വില കൂടുതൽ. മനുഷ്യർക്ക് അവർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കണം എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ ഈ കോഴ്സിലൂടെ സാധിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മള് സൊസൈറ്റിയിലെ ഗവൺമെന്റ് നമ്മളെ അനുവദിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല. പക്ഷെ ഒരു മനുഷ്യനെ നിർബന്ധമായിട്ടും ചെയ്യാൻ അവനെ അനുവദിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന എല്ലാവരുടെ കാര്യങ്ങളും. അപ്പൊ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാനും, കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാകും. ഈ കോഴ്സ് പ്രധാനമായിട്ടും 4 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് അതിന്റെ അർത്ഥം, രണ്ടാമത്തെ അതിന്റെ സവിശേഷതകൾ, മൂന്നാമത്തെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം കാലാകാലങ്ങളായിട്ട് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നതിനെ കുറിച്ച് പഠിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ബന്ദ, ജോൺ ലോക്ക്, JS മിൽ, ഹോബ്സ്, ലോക്ക്, റൂസോ തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഹ്യൂമൻ റൈറ്റ്സിനെ എങ്ങനെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതിനെ കുറിച്ചാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇന്ത്യയിലെ നാഷണൽ വുമൻസ് കമ്മീഷന്, ഇവയുടെ ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. അത് മാത്രമല്ല വൾണറബിൾ ഗ്രൂപ്പ്സിന്റെ ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, വുമണ് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് അഥവാ ചിൽഡ്രന് സ്പെഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ വൾണറബിൾ സെക്ഷന് സ്പെഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇന്ത്യയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്.
അത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ലോവർ കാസ്റ്റിൽ പെട്ട ആളുകൾക്കെതിരെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. 4ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സിന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ നമ്മൾ എൻവയോൺമെന്റൽ റൈറ്റ്സ് പഠിക്കും, എനിമൽ റൈറ്റ്സ് പഠിക്കും, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പം എൻവയോൺമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റ് ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ശുദ്ധവായുവിനും ശുദ്ധ ജലത്തിനുമുള്ള അവകാശം നമുക്ക് ഈ ഒരു മോഡേൺ പീരീഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് വന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ കോഴ്സ്. ആശയങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആശയങ്ങളും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് സമൂഹം അനുവദിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം വരാനും സഹായിക്കും. താങ്ക് യു.